ഹലോ, ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ 10-15 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. അതിനുവേണ്ട ചേരുവകൾ: മാമ്പഴം തൊലി കളഞ്ഞത്, 4 വെളുത്തുള്ളി, 5 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 കപ്പ് തിരുമിയ തേങ്ങ, 1 കപ്പ് തൈര്. ഈ കപ്പ് കൊണ്ടാണ് 2 കപ്പ് തേങ്ങ എടുത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, കാച്ചാൻ ഉലുവ, കടുക്, പച്ചമുളക്, കറിവേപ്പില. ഒരു കുക്കറിലേക്ക് ഈ തൊലി കളഞ്ഞ മാമ്പഴം ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ വേവിക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തിരുമ്പിയ തേങ്ങയും ജീരകം, കുരുമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരയ്ക്കുക. ഈ പരുവമാകുമ്പോൾ തൈര് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക. വിസിൽ പോയതിന് ശേഷം വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്, വറ്റിയിട്ടില്ലെങ്കിൽ ആ വെള്ളം വറ്റിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് പാത്രം മാറ്റി കൊടുത്തിരിക്കുന്നത്. വെള്ളം ഇതുപോലെ വറ്റിയതിന് ശേഷം ഈ അരച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം 2-3-4 തള വന്നതിന് ശേഷം എടുത്തു വെച്ച ഉലുവപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര കൂടിയും ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ, കടുക് എന്നിവ പൊട്ടിയതിന് ശേഷം, നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട്, കറിവേപ്പില ഇട്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പാകുന്ന ഈസി ആൻഡ് ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി